വി.ഡി. സതീശന്റെ മിഷൻ 63-യിൽ പാലായും കടുത്തുരുത്തിയും. പാലായിൽ ജോസഫ് വാഴക്കനും കടുത്തുരുത്തിയിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് അബിൻ വർക്കിയും മത്സരിച്ചേക്കും. 1.5 വർഷത്തിനുള്ളിൽ കേരളത്തിലെ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കെ എങ്ങനെയെങ്കിലും അധികാരം തിരിച്ചുപിടിക്കാനുള്ള തീവ്ര പരിശ്രമത്തിലാണ് കോൺഗ്രസ് നേതൃത്വം. കോട്ടയം ജില്ലയിൽ ഘടകകക്ഷികൾ മത്സരിക്കുന്ന പാലായും കടുത്തുരുത്തിയും കൂടി കോൺഗ്രസ് ഏറ്റെടുക്കണമെന്ന ആവശ്യം കോൺഗ്രസിൽ നിന്നും പല നേതാക്കളും ഉന്നയിച്ചു കഴിഞ്ഞു. മോൻസനും കാപ്പനും കോൺഗ്രസിൽ ലയിച്ചാൽ മാത്രം സീറ്റ് എന്ന് കടുത്ത നിലപാടിലേക്കാണ് കോൺഗ്രസ് നീങ്ങുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. മുസ്ലിം ലീഗ് മലബാറിൽ 25 സീറ്റ് പിടിച്ചാൽ അത് കോൺഗ്രസിന് ഗുണത്തേക്കാൾ ഏറെ ദോഷം ചെയ്യും എന്നറിയാവുന്ന കോൺഗ്രസ് ദേശീയ നേതൃത്വം തന്നെ നേരിട്ട് ഇടപെട്ടാണ് മുസ്ലിം പ്രാതിനിധ്യമില്ലാത്ത സ്ഥലങ്ങളിൽ കോൺഗ്രസ് തന്നെ മത്സരിക്കണമെന്ന ധാരണയിൽ എത്തിയിരിക്കുന്നത്. ഒരു മണ്ഡലത്തിൽ 2000 വോട്ടെങ്കിലും ഇല്ലാത്ത ഒരു ഘടകകക്ഷിക്ക് പോലും നിയമസഭാ സീറ്റ് നൽകേണ്ട എന്ന തീരുമാനത്തിലാണ് കോൺഗ്രസ് നേതൃത്വം. UDF സഖ്യകക്ഷികളിൽ മുസ്ലിം ലീഗ് അല്ലാതെ മറ്റൊരു പാർട്ടിക്കും ശക്തിയില്ല. ചില രാഷ്ട്രീയ നീക്കുപോക്കുകളുടെ പേരിൽ മാത്രമാണ് PJ ജോസഫ് വിഭാഗത്തിന് കഴിഞ്ഞ തവണ 10 സീറ്റ് നൽകിയത്. എന്നാൽ ഇത്തവണ ജയിച്ച സീറ്റുകൾ മാത്രം നൽകിയാൽ മതിയെന്ന ധാരണയിലാണ് കോൺഗ്രസ് നേതൃത്വം. അതിൽ തന്നെ ജോസഫിന്റെ കടുത്തുരുത്തി, തൊടുപുഴ സീറ്റുകളിൽ കോൺഗ്രസ് അവകാശം ഉന്നയിച്ചു കഴിഞ്ഞു. എങ്കിലും മുതിർന്ന നേതാവ് എന്ന നിലയിൽ PJ ജോസഫ് ഒരു വട്ടം കൂടി മത്സരിച്ചാൽ സീറ്റ് വിട്ടു നൽകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ മറ്റാരെങ്കിലും ആണെങ്കിൽ ജോസഫ് വിഭാഗത്തിന് സീറ്റ് വിട്ടു നൽകില്ല. മാത്രമല്ല, ജോസഫ് വിഭാഗം MP ഫ്രാൻസിസ് ജോർജ് വഖഫ് ബോർഡിനെതിരെ നടത്തിയ BJP അനുകൂല നിലപാട് കൂടി സീറ്റ് നൽകുന്നതിൽ മാനദണ്ഡമായേക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. കോൺഗ്രസ് പാർട്ടി കഷ്ടപ്പെട്ട് ജയിപ്പിച്ചു വിട്ട ജോസഫ് വിഭാഗം UDF നിലപാടിന് വിരുദ്ധമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതിനാൽ തന്നെ ജോസഫിന് കൂടുതൽ സീറ്റുകൾ നൽകാൻ സാധിക്കുകയില്ല എന്ന നിലപാടിലാണ് മുസ്ലിം ലീഗ്. പാലാ നിയോജക മണ്ഡലത്തിൽ മാണി C കാപ്പൻ MLA എന്ന നിലയിൽ പരാജയമാണെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. കോൺഗ്രസിന്റെ വോട്ട് നേടി വിജയിച്ച കാപ്പൻ അവശ്യഘട്ടങ്ങളിലൊന്നും UDFന് വേണ്ടി ശബ്ദിച്ചിട്ടില്ല എന്ന ആക്ഷേപവും കോൺഗ്രസ് ഉയർത്തുന്നുണ്ട്. അതിനാൽ തന്നെ ഇനി സീറ്റ് നൽകാൻ സാധിക്കില്ല എന്നാണ് കോൺഗ്രസിന്റെ നിലപാട്. പാലാ സീറ്റിൽ സീനിയർ കോൺഗ്രസ് നേതാവും മുൻ MLAയുമായ ജോസഫ് വാഴക്കന്റെ പേരാണ് പാർട്ടി പരിഗണിക്കുന്നത്. കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിലും കോൺഗ്രസ് മത്സരിക്കണമെന്നാണ് കോട്ടയത്തെ കോൺഗ്രസ് നേതാക്കളുടെ ആവശ്യം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതാവ് അബിൻ വർക്കിയാണ് കടുത്തുരുത്തിയിൽ കോൺഗ്രസ് ഉയർത്തിക്കാണിക്കുന്ന യുവ നേതാവ്. വി.ഡി. സതീശന്റെ അടുത്ത സുഹൃത്തും ചെറുപ്പക്കാരനുമായ നേതാവുമാണ് അബിൻ വർക്കി. 5 തവണ MLA ആയിട്ടും മോൻസിന് കടുത്തുരുത്തിയിൽ വികസനം എത്തിക്കുവാൻ സാധിച്ചില്ല എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. എന്നാൽ മോൻസ് ജോസഫ് കോൺഗ്രസിൽ ലയിച്ചാൽ മറ്റൊരു സീറ്റ് നൽകാമെന്നൊരു ഓഫറും കോൺഗ്രസ് മോൻസിന് നൽകിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. ഏറ്റുമാനൂർ സീറ്റിൽ കോൺഗ്രസ് ലേബലിൽ മോൻസ് മത്സരിക്കണമെന്നാണ് DCC ആവശ്യപ്പെടുന്നത്. എന്നാൽ അതിനോട് മോൻസിന് താല്പര്യമില്ല താനും. താൻ ഒറ്റയ്ക്ക് മത്സരിച്ചാൽ പോലും കടുത്തുരുത്തിയിൽ ജയിക്കുമെന്നാണ് മോൻസിന്റെ അവകാശവാദം. അബിൻ വർക്കി ആകട്ടെ സഭാ നേതൃത്വവുമായി അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന യുവ നേതാവാണ്. തലശ്ശേരി ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനിയുടെ പിന്തുണയും അബിന് നേട്ടമാകും. സതീശന്റെ 63 സീറ്റുകളിലുള്ള A ക്ലാസ് സീറ്റുകളാണ് പാലായും കടുത്തുരുത്തിയും. 2 മണ്ഡലത്തിലും കോൺഗ്രസ് ചിഹ്നത്തിൽ ആളുകൾ വിജയിച്ചു വരേണ്ടതിന്റെ ആവശ്യകത കോട്ടയം DCCയും പറഞ്ഞു വെക്കുന്നുണ്ട്. കാഞ്ഞിരപ്പള്ളി സീറ്റിൽ DCC പ്രസിഡന്റ് നാട്ടകം സുരേഷും ചങ്ങനാശ്ശേരിയിൽ മുൻ മന്ത്രി KC ജോസഫും മത്സരിച്ചേക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. കോട്ടയം ലോക്സഭാ സീറ്റിന്റെ വിജയത്തോടെ സംസ്ഥാന പാർട്ടി പദവി നേടിയ ജോസഫ് ഗ്രൂപ്പാണ് ജില്ലയിലെ 1ാമത്തെ പാർട്ടി എന്ന് പറയുന്ന മോൻസും മറ്റ് നേതാക്കളും കോൺഗ്രസിന്റെ ഈ വല്യേട്ടൻ കളിയെ എങ്ങനെ പ്രതിരോധിക്കുമെന്നറിയാനാണ് തിരുവിതാംകൂർ രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത്.